Good morning, students. In mobile communication, module 4 last class ആണത്. So ഈ ഒരു ക്ലാസ്സിൽ രണ്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് ലോ എനർജി ആൻഡ് വയർലെസ് സെൻസർ നെറ്റ്വർക്ക്. ഈ രണ്ട് ടേംസും നിങ്ങൾക്ക് അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ബ്ലൂടൂത്ത് ലോ എനർജി. ഓക്കെ, ബ്ലൂടൂത്ത് ലോ എനർജി എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ബ്ലൂടൂത്ത് ഇപ്പോൾ ഓൾറെഡി ലോ എനർജി ആണല്ലോ, സോ അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഫീച്ചേഴ്സ് പറയുകയാണെന്ന് പെട്ടെന്ന് തോന്നും. പക്ഷേ അല്ല, ബ്ലൂടൂത്ത് ലോ എനർജി എന്ന് പറയുന്നത് ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. ഓക്കെ, നോർമൽ ക്ലാസിക് ബ്ലൂടൂത്ത് പോലെ തന്നെയുള്ളൊരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അത് യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ഡിവൈസിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ നമ്മളുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിവൈസസ് ഇല്ലേ, സോ ആ ഡിവൈസ് ജസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് പ്രഷർ അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യും. ദെൻ അതിലെ ഇൻഫോർമേഷൻസ് മൊബൈൽ ഫോൺ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവും, അതിലേക്ക് മൂവ് ചെയ്യിക്കും. ദെൻ മൊബൈൽ ഫോൺ ആ ഒരു ആപ്ലിക്കേഷനിലുള്ള ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് നമ്മളുടെ ഹെൽത്ത് റിപ്പോർട്ട് എന്താണെന്നുള്ളത് അത് ഷോ ചെയ്യിക്കും. ഓക്കെ, സോ ഈ ഒരു സ്മാർട്ട് ഡിവൈസിൽ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലൂടൂത്ത് ടെക്നോളജിയാണ് ബ്ലൂടൂത്ത് ലോ എനർജി. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ നോർമൽ ക്ലാസിക് ബ്ലൂടൂത്ത് ടെക്നോളജിയും ഈ ബ്ലൂടൂത്ത് ലോ എനർജി എന്ന് പറയുന്നതും സെയിം അല്ലേ? ബ്ലൂടൂത്ത് ഓൺ ചെയ്യുന്നു, ഡാറ്റാസ് പാസ് ചെയ്യിക്കുന്നു, ഷോർട്ട് റേഞ്ചിൽ ഡാറ്റാസ് പാസ് ചെയ്യിക്കുന്നു, സോ ഇത് രണ്ടും സെയിം അല്ലേ എന്ന് തോന്നും. പക്ഷേ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ക്ലാസിക്കൽ ബ്ലൂടൂത്ത് ടെക്നോളജി, ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ബ്ലൂടൂത്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ട് വയർലെസ് ഹെഡ്സെറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് ഡിസ്കണക്ട് ആവുന്നത് വരെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അത് ഓക്കെ. പക്ഷേ ബ്ലൂടൂത്ത് ലോ എനർജി, ദാറ്റ് മീൻസ് സ്മാർട്ട് ഡിവൈസിലെ ടെക്നോളജി ആണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്ന ആ ഒരു ഡിവൈസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നു, ആ ചെക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും അതിലെ ബ്ലൂടൂത്ത് ടെക്നോളജി ഓൺ ചെയ്ത് മൊബൈൽ ഫോണിലേക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ ആ ഡിവൈസ് ബ്ലൂടൂത്ത് കണക്ഷൻ ഓഫ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പേഴ്സൺ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ മാത്രമായിരിക്കും ആ ഒരു ഡിവൈസ് അതിലെ ബ്ലൂടൂത്ത് കണക്ഷൻ ഓൺ ചെയ്യുക. കണക്ഷൻ ഓൺ ചെയ്യുന്നു, മൊബൈൽ ഡിവൈസ് കണക്ട് ചെയ്യുന്നു, ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, സോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും ബ്ലൂടൂത്ത് ടെക്നോളജി ഓൺ ചെയ്യുക, ബാക്കിയുള്ള സമയത്തൊക്കെ അത് ഓഫ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് ബ്ലൂടൂത്ത് ലോ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ടിൻ്റെയും കണക്ഷൻസും അതേപോലെ ഫീച്ചേഴ്സൊക്കെ സെയിം ആണ്. ഈ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഈ ബ്ലൂടൂത്ത് ഓൺ ഓഫിൻ്റെ ഒരു ഡിഫറൻസ്. സോ അതുകൊണ്ട് തന്നെ പവർ യൂസേജിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നോർമൽ കേസ് ആണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന അത്രയും ടൈം പവർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബ്ലൂടൂത്ത് ലോ എനർജിയുടെ കേസിൽ ആ കണക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പവർ യൂസ് ചെയ്യുക. ഓക്കെ, ബ്ലൂടൂത്ത് ലോ എനർജി ഈസ് എ low power wireless communication technology that can be used over a short distance to enable smart device to communicate. ആൻഡ് ബ്ലൂടൂത്ത് ടെക്നോളജി പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്സ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അല്ല, ഒരു ചെറിയൊരു ഏരിയയിലെ നെറ്റ്വർക്ക്സ്, കുറച്ച് ഡിവൈസ് യൂസ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക്സ്. സോ ബ്ലൂടൂത്ത് ലോ എനർജിയും സെയിം വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ അപ്ലിക്കേഷൻസ് ലൈക്ക് ഹെൽത്ത് കെയർ, സെക്യൂരിറ്റി, ഫിറ്റ്നസ് ആൻഡ് ഹോം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രീസ്, ഹെൽത്ത്, സ്മാർട്ട് ഇൻഡസ്ട്രീസ് ആൻഡ് IoT. Compared to Bluetooth, BLE is intended to provide reduced power consumption and cost while maintaining a small communication range. Okay. And next one, features. It is used 2.4 GHz radio frequency. ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്ന അതേ ഫ്രീക്വൻസി ബാൻഡ് തന്നെയാണ് ബ്ലൂടൂത്ത് ലോ എനർജിയും യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് യൂസസ് സിമ്പിൾ മോഡുലേഷൻ സിസ്റ്റം ആൻഡ് ദ ബിറ്റ് റേറ്റ് ഈസ് 1 Mbps. ബ്ലൂടൂത്ത് ടെക്നോളജിനേക്കാൾ കൂടുതൽ ഡാറ്റ റേറ്റ്സ് ബ്ലൂടൂത്ത് ലോ എനർജി കൊടുക്കുന്നുണ്ട്, 1 Mbps. ഓക്കെ, ആൻഡ് ഇറ്റ് യൂസ് സ്കാറ്റർ നെറ്റ് ടോപ്പോളജി. ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്നത് പൈക്കോനെറ്റ് ആണ്, ആൻഡ് ബ്ലൂടൂത്ത് ലോ എനർജി യൂസ് ചെയ്യുന്നത്
സ്കാറ്റർ നെറ്റ് ടോപ്പോളജിയാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇംപ്ലിമെൻറ്റേഷൻ. ഒരു ബ്ലൂടൂത്ത് ടെക്നോളജിയിൽ ഒരു മൈക്രോ ചിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെ ബ്ലൂടൂത്ത് ടെക്നോളജിക്കും ഒരു ഇൻ്റഗ്രേറ്റഡ് ചിപ്പ് ഉണ്ടായിരിക്കും. ആൻഡ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. ആൻഡ് ഇപ്പോൾ മൊബൈൽ ഡിവൈസ്, ഈ ടെക്നോളജീസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർസിൻ്റെ ഒന്നും ആവശ്യമില്ല. മൊബൈൽ ഫോൺ 2 ടെക്നിക്സും അതിലുള്ള ബ്ലൂടൂത്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ട് അത് സപ്പോർട്ട് ചെയ്യും. അതിലുള്ള സോഫ്റ്റ്വെയർസും ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ട് അത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, so current mobile devices are commonly released with hardware and software support for both classic Bluetooth and Bluetooth Low Energy. Okay, and next one radio interface. BLE operates in same spectrum as classic Bluetooth technology. Classic Bluetoothും BLEയും സെയിം ഫ്രീക്വൻസി ബാൻഡാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ചാനൽസിൽ മാത്രമായിരിക്കും ഡിഫറൻസ് ഉണ്ടാവുക. ഫ്രീക്വൻസി ബാൻഡ് എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ബ്ലൂടൂത്ത് ലോ എനർജി. നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ആയിട്ടും എസ് ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏത് ടോപ്പിക്ക് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നും, ഓ ഇതെനിക്കറിയാം, ഇത് ഞാൻ എഴുതിക്കൊണ്ട്. പക്ഷേ ബ്ലൂടൂത്ത് ലോ എനർജി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ അതൊരു 8 മാർക്കിനോ അല്ലെങ്കിൽ ഒരു 6 മാർക്കിനോ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ലൈൻസിൽ കൂടുതൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, പക്ഷേ എഴുതാൻ പറ്റില്ല, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. സോ അതിലെ കണ്ടൻസ് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷേ ഏതൊക്കെ കണ്ടന്റ് വേണം എന്നുള്ളത് നോക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ വേണം, ഫീച്ചേഴ്സ് എഴുതണം, എന്താണ് ബ്ലൂടൂത്ത് ലോ എനർജി എന്ന് എഴുതണം, എക്സാമ്പിൾ വേണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ വയർലെസ് സെൻസർ. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ് സെൻസർ അല്ലെങ്കിൽ വയർലെസ് സെൻസറൊക്കെ. ഓക്കെ, വയർലെസ് സെൻസർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലായിട്ട് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു സെൻസർ. ഓക്കെ, ഈ ഒരു സെൻസർ അതിൻ്റെ ഏത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണോ അത് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എൻവയറോൺമെൻറ്റ് കണ്ടീഷൻസ് മോണിറ്റർ ചെയ്തിട്ട് ഈ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഒരു സെൻട്രൽ ലൊക്കേഷൻ ഉണ്ടായിരിക്കും. ആ സെൻട്രൽ ലൊക്കേഷനിലേക്ക് പാസ് ചെയ്യിക്കും. ഒന്നുകിൽ ഇൻ്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് മൊബൈൽ ഡിവൈസിലേക്കായിരിക്കും കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിമോട്ട് ഏരിയയുള്ളൊരു സിസ്റ്റത്തിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. എനിവേ ഡാറ്റാസ് കളക്ട് ചെയ്ത് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഏതാണ് വയർലെസ് സെൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. നോർമൽ സെൻസർ, ഇപ്പോൾ ചില വലിയ ബിൽഡിങ്സിലൊക്കെ ഫയർ അലാംസ് ഉണ്ടായിരിക്കും. സോ ആ ഒരു സെൻസർ എപ്പോഴും അവിടുത്തെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ലിമിറ്റിൽ കൂടുതൽ ടെമ്പറേച്ചർ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അലാം ചെയ്യും. ഓക്കെ, പക്ഷേ വയർലെസ് സെൻസർ ആണെങ്കിൽ ഇതേപോലെ തന്നെ മോണിറ്റർ ചെയ്തിട്ട് ഈ കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് സെൻട്രൽ ലൊക്കേഷൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സെൻട്രൽ ലൊക്കേഷനാണ് നെക്സ്റ്റ് ഡിസിഷൻ എന്ത് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഏതൊക്കെ ആപ്ലിക്കേഷൻസിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഹ്യൂമിഡിറ്റി ചെക്ക് ചെയ്യാൻ, ടെമ്പറേച്ചർ, സൗണ്ട്, പ്രഷർ, സ്പീഡ്. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേം ആയിരിക്കും സ്പീഡ് സെൻസർ. സ്പീഡ് നിങ്ങൾ പലപ്പോഴും വീട്ടിലിപ്പോൾ വണ്ടി ഓടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ലെറ്ററൊക്കെ വരാറുണ്ടാവും. ഓവർ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വണ്ടിയും അതേപോലെ നമ്പറും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? അവിടെയും ഈ വയർലെസ് സെൻസർ തന്നെ യൂസ് ചെയ്യുന്നത്. ഒരു ലിമിറ്റിൽ കൂടുതൽ സ്പീഡിൽ വരുമ്പോൾ അത് സെൻസ് ചെയ്യും. ആ ഒരു സെൻസർ സെൻസ് ചെയ്യും, ഫോട്ടോ ക്യാപ്ചർ ചെയ്യും, ഈ ഡാറ്റാസ് സെൻട്രൽ ലൊക്കേഷനിലേക്ക് അത് പാസ് ചെയ്യിക്കും. ഓക്കെ, ചിലപ്പോൾ അതിൻ്റെ സെൻട്രൽ ലൊക്കേഷൻ അതിനോട് അടുത്ത് തന്നെ ആയിരിക്കാം, അതല്ലെങ്കിൽ വയർലെസ് യൂസ് ചെയ്തിട്ട് അത് സെൻട്രൽ ലൊക്കേഷനിലേക്ക് അയക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും അവിടെ യൂസ് ചെയ്യുന്നതും ഈ സെൻസർ ടെക്നോളജി തന്നെയാണ്. ഓക്കെ, ആൻഡ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ, chemical concentration, vibrations, pollutant level and many other such condition. നോർമൽ സെൻസർ ഏതൊക്കെ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് വയർലെസ് സെൻസറും യൂസ് ചെയ്യും. ആകെ ഡിഫറൻസ് എന്താ? കളക്ട് ചെയ്യുന്ന ഡാറ്റ സെൻട്രൽ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുന്നു, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, and rely on wireless connectivity, they are autonomous sensors.
സോ ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. കുറച്ച് സെൻസേഴ്സ് ഉണ്ട്. ഈ സെൻസർ സെൻസ് ചെയ്യുന്നു. ഇതൊരു സെൻസർ നെറ്റ്വർക്കാണ്. അതിൽ കുറച്ചധികം സെൻസേഴ്സ് ഉണ്ട്. സോ അത് സെൻസ് ചെയ്ത് അതിൻ്റെ ഡാറ്റാസ് നിയർ ആയിട്ടുള്ളൊരു ഡിവൈസിലേക്ക്, ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു. ഈ സിസ്റ്റം ആണ് സിങ്ക് നോഡ് എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റം ഇൻ്റർനെറ്റ് വഴി റിമോട്ട് ഏരിയയിലുള്ള യൂസേഴ്സിനത് പാസ് ചെയ്യിക്കുന്നു. ഓക്കെ, സോ ഈ യൂസർ ആയിരിക്കും എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് വയർലെസ് സെൻസർ. പാർട്സ് ഓഫ് വയർലെസ് സെൻസർ. ഇപ്പോൾ സെൻസർ കളക്ട് ചെയ്യുന്ന ഡാറ്റ വയർലെസ് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ എന്തൊക്കെ വേണം? വയർലെസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനുള്ളൊരു സെക്ഷൻ ഉണ്ടായിരിക്കണം, ആൻറ്റിന ഉണ്ടായിരിക്കണം, ഇതിലെ ഓപ്പറേഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോ കൺട്രോളർ ഉണ്ടായിരിക്കണം. ദെൻ ഇതിന് എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ബാറ്ററി ആൻഡ് സോഫ്റ്റ് ഹാർഡ്വെയർസ്, അത്രയും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കണം അല്ലേ? സോ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തതാണ് ഒരു വയർലെസ് സെൻസർ. എ റേഡിയോ ട്രാൻസ് റിസീവർ with an internal antenna or connection to an external antenna, a microcontroller, an electric circuit for interfacing with the sensors, and an energy resource, usually a battery or an embedded form of energy harvesting. Okay, so these are the parts of wireless sensor. സെൻസറിൻ്റെ വർക്കിംഗ് നിങ്ങൾക്കറിയാം. സോ അഡീഷണൽ ആയിട്ട് ഒരു ആൻറ്റിനയും ട്രാൻസ് റിസീവറും കൂടെ അതിൽ കൂടെ ആഡ് ചെയ്യുക. സോ അത് വയർലെസ് സെൻസറായി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ വയർലെസ് സെൻസർ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് വായിച്ചു പോവാം. ഓക്കെ, പവർ കൺസപ്ഷൻ കൺസ്ട്രെയിൻസ് ഫോർ നോഡ്സ് യൂസിങ് ബാറ്ററീസ് ആൻഡ് ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു കോപ്പ് അപ്പ് വിത്ത് നോഡ് ഫെയിലിയർ. ഏതെങ്കിലും ഒരു സിസ്റ്റോ അല്ലെങ്കിൽ സെൻസർ നെറ്റ്വർക്ക്സോ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് സ്കെയിലബിലിറ്റി ടു ലാർജ് സ്കെയിൽ ഓഫ് ഡിപ്ലോയ്മെൻറ്റ്. ഡിവൈസസ് ഒരു നെറ്റ്വർക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഡിവൈസസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ നെറ്റ്വർക്ക്സ് സ്കെയിലബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഈ ലാർജ് ചെയ്യും. ഓക്കെ, and it has the ability to withstand harsh environmental condition and ease of use. Okay, and next one wireless sensor advantages ആണ് പറയുന്നത്. ഒരു ട്രഡീഷണൽ അപ്രോച്ചിനേക്കാളും എന്തുകൊണ്ട് വയർലെസ് സെൻസർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ നോർമൽ സെൻസർ ആണെങ്കിൽ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ വയർലെസ് സെൻസർ ആണെങ്കിൽ ഈ ഇൻഫോർമേഷൻ മറ്റൊരു ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരു സെൻട്രൽ ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സെൻട്രൽ ലൊക്കേഷന് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. സോ ഏത് റിമോട്ട് ഏരിയയിൽ ഇരുന്നു കൊണ്ടും ഈ ഒരു സെൻസറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഏതൊക്കെ ആപ്ലിക്കേഷൻസിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്? ഏരിയ മോണിറ്ററിങ്, ഹെൽത്ത് കെയർ മോണിറ്ററിങ്, എൻവയറോൺമെൻറ്റൽ ആൻഡ് എർത്ത് സെൻസിങ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എൻവയറോൺമെൻറ്റൽ സെൻസിങ്ങിന്. എൻവയറോൺമെൻറ്റൽ എന്ന് പറയുമ്പോൾ എയർ പൊല്യൂഷൻ മോണിറ്റർ ചെയ്യുക, ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ ചെയ്യുക, വാട്ടർ ക്വാളിറ്റി മോണിറ്റർ ചെയ്യുക, ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റർ മോണിറ്റർ ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക. ആ ഒരു കേസിലൊക്കെയാണ് ഈ വയർലെസ് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബ്ലൂടൂത്ത് ലോ എനർജി പറഞ്ഞ പോലെ തന്നെ വയർലെസ് സെൻസറും എസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ എസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ബ്ലൂടൂത്ത് ടെക്നോളജി പഠിച്ചപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇതിലെല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഞാൻ എഴുതിക്കൊണ്ടെന്നുള്ള രീതിയിൽ ഒന്നും നോക്കാണ്ട് ചിലപ്പോൾ പോവും. എസ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ നിങ്ങൾ എത്ര എഴുതി തന്നാലും ഒരു മാക്സിമം ഒരു 10 സെൻറ്റൻസിൽ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റില്ല. എഴുതണമെങ്കിൽ നിങ്ങളത് വായിച്ചിരിക്കണം. എന്തൊക്കെ കണ്ടൻസ് വേണം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്ലിക്കേഷൻസ് വേണം, എന്താണ് അഡ്വാൻറ്റേജസ് എന്ന് വേണം, മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് വേണം, ദെൻ പാർട്സ് ഓഫ് വയർലെസ് സെൻസർ, ഫിഗർ, എന്താണ് വയർലെസ് സെൻസർ, ഈ എല്ലാ കണ്ടൻസും ഉണ്ടായിരിക്കണം. അതിലെ കണ്ടൻസ് ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. എന്താണ് വയർലെസ് സെൻസർ നിങ്ങൾക്കറിയാലോ, അത് എഴുതി വയ്ക്കാം. എക്സാമ്പിൾ അറിയാലോ, ഫിഗർ, പാർട്സ് നിങ്ങൾക്കറിയാം, മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാം. സോ മൊഡ്യൂൾ 4 പഠിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും വായിച്ച് ആ ടോപ്പിക്ക് വന്നാൽ എന്തൊക്കെ കണ്ടൻസ് എഴുതണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോവാം. ഓക്കെ, സോ 4th മൊഡ്യൂള്
കംപ്ലീറ്റഡ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.